ഞാൻ പറയുന്ന കേൾക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോ യെസ്, വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ വെബിനാർ ബേസ്ഡ് ഓൺ PYQ. കഴിഞ്ഞ PYQs അനലൈസ് ചെയ്തിട്ട് നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതൊക്കെ ഏരിയാസ് ആണ് നമ്മൾ, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ എക്സാമിനെ സമീപിക്കേണ്ടത്, അപ്രോച്ച് ചെയ്യേണ്ടത് എന്ന ഒരു കുറിച്ചാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ വെബിനാർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പേര് സോണൽ, ഐഫറിലെ പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് പേപ്പർ 1 പൊളിറ്റിക്കൽ സയൻസ് മെന്റർ ആണ്. അപ്പോ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ARF ക്വാളിഫൈ ചെയ്ത ആളാണ്. അപ്പം എങ്ങനെയാണ് നമ്മൾ ഈ എക്സാമിനെ, എസ്പെഷ്യലി റെഫറിങ് PYQ, ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലെ PYQ റെഫർ ചെയ്ത് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു എക്സാമിനെ, അത് ഏതൊക്കെ ടോപ്പിക്സ് ആണ്, ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഈ എക്സാമിനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതാണ് നമ്മൾ ബേസിക് ആയിട്ട് ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എന്തെങ്കിലും ഡൗട്ടോ ആൻസർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, യെസ്. അപ്പൊ നമ്മുടെ ഐഫറിൽ ഇപ്പം JRF ട്രാക്ക് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും ടോപ്പ് റിസൾട്ട് ആണ് നമുക്ക് കഴിഞ്ഞ എക്സാമിൽ കിട്ടിയിട്ടുള്ളത്. ടോട്ടൽ ഇതുവരെയുള്ള റിസൾട്ട് ഐഫറിന്റെ ഒരു ട്രാക്ക് റെക്കോർഡ് എന്ന് പറയുന്നത് 2000-ഓളം നെറ്റും 300-ഓളം JRF ആണ്. അപ്പൊ നമ്മൾ ഒരു എന്താ പറയുക, ടോപ്പ് റിസൾട്ടുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്, അതിന്റെ പാർട്ടാകാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പൊ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന JRF ട്രാക്ക് ബാച്ചിലേക്കുള്ള അഡ്മിഷനാണ്. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധയിൽ പെടുത്തിയേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ട്രാക്ക് ബാച്ചിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇന്ററാക്റ്റീവ് സെക്ഷൻസ് ഉണ്ടാവും, ലൈവ് ക്ലാസ് ഉണ്ടാവും, സ്റ്റഡി പ്ലാൻ ഉണ്ടാവും, ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടാവും, ട്യൂട്ടോറിയൽസ് ഉണ്ടാവും, JRF ക്ലബ് ഉണ്ടാവും, ആക്ടിവിറ്റി ഗ്രൂപ്പ് ഉണ്ടാവും. ഇതൊക്കെയാണ് ഈ ഒരു ബാച്ചിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ അനീസാറാണ് ലീഡ് ചെയ്യുന്ന ഈ ഒരു ബാച്ച്, അനീസാറാണ് ലീഡ് ചെയ്യുന്നത്. അപ്പോ ഇതാണ് ഐഫറിൽ ഇപ്പൊ ഈ ഒരു ബാച്ചിലേക്കാണ്, അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിലേക്കാണ് ഇപ്പൊ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ഇതിന്റെ പാർട്ടാകാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് കോണ്ടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ജസ്റ്റ് കോണ്ടാക്ട് ചെയ്യുക. ഈ ഒരു ഇതിൽ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്യുക. ഒരു ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറയൂ കേട്ടോ. എത്രയാണ് എമൗണ്ട്, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് ജസ്റ്റ് പറയും, കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. യെസ്, ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ എക്സാം അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ മെയിൻലി ഫാക്ട്സ് ആണ് മെയിൻ, ഫാക്ച്വൽ എക്സാം ആയിരുന്നു കഴിഞ്ഞ എക്സാം. ജാനുവരി ഫാക്ട്സിന് ഇമ്പോർട്ടൻസ് കിട്ടുന്നത്, അതായത് കുറെ ക്രോണോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ബുക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, മാത്സ് ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അപ്പൊ നമ്മൾ ഈ യൂണിറ്റ് വൈസ് ഈ എക്സാമിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഇപ്പം അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, യൂണിറ്റ് വൈസ് ഓരോ യൂണിറ്റിൽ ഏതൊക്കെ രീതിയിലാണ്, എങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്, ഏതൊക്കെ ടോപ്പിക്കാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ യൂണിറ്റ് 1 പൊളിറ്റിക്കൽ തിയറിയാണ്. അപ്പൊ ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് 7 കോൺസെപ്റ്റ്സും 8 ട്രഡീഷൻസ് ആണ് പഠിക്കുന്നത്. ഓക്കെ, കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, ഇക്വാലിറ്റി, ജസ്റ്റിസ്, റൈറ്റ്സ്, ഡെമോക്രസി, അപ്പോ പവർ, ആ രീതിയിലുള്ള സിറ്റിസൺഷിപ്പ്, 7 കോൺസെപ്റ്റ്സ്. 8 ട്രഡീഷൻസ് എന്ന് പറയുമ്പോൾ ലിബറലിസം, കൺസർവേറ്റിസം, സോഷ്യലിസം, മാർക്സിസം പോലെ 7 ട്രഡീഷൻസ്, 8 ട്രഡീഷൻസ്, സോറി. അപ്പം ഇവിടുന്ന് യൂണിറ്റ് 1-ന്ന് 16-ഓളം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. 50 to 60 ക്വസ്റ്റ്യൻസ് ആണ് യൂണിറ്റ് 1-ന്ന് ചോദിച്ചിട്ടുള്ളത്. 50 to 60 ക്വസ്റ്റ്യൻസ് ആണ് യൂണിറ്റ് 1-ന്ന് ചോദിച്ചിട്ടുള്ളത്. ഇത് മെയിനായിട്ട് പിന്നെ ഇവിടെ നമ്മൾ ഈ ഒരു യൂണിറ്റ് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് ഫ്രം എക്സാം പോയിന്റ് ഓഫ് വ്യൂ. നമ്മൾ ഓരോ ടോപ്പിക് ഉണ്ടല്ലോ, കോൺസെപ്റ്റ്സ് ഉണ്ട്. ഇപ്പൊ ട്രഡീഷൻസ് നമ്മൾ പഠിക്കുമ്പോൾ ഇപ്പൊ ലിബറലിസം ആയിക്കോട്ടെ, കൺസർവേറ്റീവ്സ് ആയിക്കോട്ടെ, സോഷ്യലിസം ആയിക്കോട്ടെ, ഇപ്പം ഒറിജിൻ പഠിക്കാം. ഓക്കെ, ഒറിജിൻ എങ്ങനെയാണ് ഒരു ട്രഡീഷൻ രൂപം കൊണ്ടത്, അതിന്റെ ഒറിജിൻ എങ്ങനെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ടൈപ്സ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. ലിബറലിസം എടുത്ത് നോക്കിയാൽ ക്ലാസിക്കൽ ലിബറലിസം, മോഡൽ ലിബറലിസം, നിയോ ലിബറലിസം. പിന്നെ നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞത് തീംസ് ആണ്, തീംസ് ഓഫ് ലിബറലിസം, അല്ലെ ഫീച്ചേഴ്സ് ഓഫ് ലിബറലിസം, ഫീച്ചേഴ്സ് ഓഫ് ക്ലാസിക്കൽ ലിബറലിസം, ഫീച്ചേഴ്സ് ഓഫ് മോഡൽ ലിബറലിസം. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക തിങ്കേഴ്സ് ആണ്, തിങ്കേഴ്സ് റിലേറ്റഡ് ടു ലിബറലിസം. ക്ലാസിക്കൽ ലിബറലിസം റിലേറ്റഡ് ആയിട്ട് വരുന്ന തിങ്കേഴ്സ് ആരൊക്കെയാണ്, മോഡൽ ലിബറലിസം റിലേറ്റഡ് ആയിട്ട് വരുന്ന തിങ്കേഴ്സ് ആരൊക്കെയാണ്, നിയോ ലിബറലിസം റിലേറ്റഡ് ആയിട്ട് വരുന്ന തിങ്കേഴ്സ് ആരൊക്കെയാണ്, കോൺസെപ്റ്റ്സ്, ബുക്സ്, ഇതെല്ലാം നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ്, ഫോർ എക്സാമ്പിൾ പൊസസീവ് ഇൻഡിവിജ്വലിസം. പൊസസീവ് ഇൻഡിവിജ്വലിസം എന്ന് പറയുന്നത്
നിയോ ലിബറലിസം റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. കഴിഞ്ഞ എക്സാമിന് പൊസസീവ് ഇൻഡിവിജ്വലിസം റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹു കോയിൻ ദ ടേം പൊസസീവ് ഇൻഡിവിജ്വലിസം? ഹു കോയിൻ ദ കോൺസെപ്റ്റ് പൊസസീവ് ഇൻഡിവിജ്വലിസം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ക്ലാസിക്കൽ ലിബറലിസം, മോഡൽ ലിബറലിസം, നിയോ ലിബറലിസം. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ട്രഡീഷനെ പഠിക്കേണ്ടത്. ഇപ്പൊ കൺസർവേറ്റീവ്സ് ആയിക്കോട്ടെ, അത് അല്ല കൺസർവേറ്റീവ്സ് ആയിക്കോട്ടെ, സോഷ്യലിസം ആയിക്കോട്ടെ, ഒറിജിൻ എന്താണ്, മീനിങ് എന്താണ്, തീംസ് എന്താണ്, ടൈപ്സ്, അതോറിറ്റേറിയൻ കൺസർവേറ്റിസം, പറ്റേണലിസ്റ്റിക് കൺസർവേറ്റിസം, ന്യൂ റൈറ്റ്, തിങ്കേഴ്സ്, കോൺസെപ്റ്റ്, ബുക്സ് എല്ലാം നമ്മൾ നിർബന്ധമായിട്ട് എടുക്കണം. ബുക്സ് ഡേറ്റ് വെച്ച് തന്നെ പഠിക്കണം. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ട്രഡീഷൻസിനെ പഠിക്കേണ്ടത്. ഇനി നമ്മൾ കോൺസെപ്റ്റ്സ് ആണ്. കോൺസെപ്റ്റ്സ് എന്ന് പറയുമ്പോൾ റൈറ്റ്സ്, ലിബർട്ടി, ഇക്വാലിറ്റി, ജസ്റ്റിസ്. അപ്പം ലിബർട്ടി എന്ന് പറയുമ്പോൾ മീനിങ്, ടൈപ്സ്, ഒരു കോൺസെപ്റ്റ് പഠിക്കുകയാണ്. അപ്പൊ ലിബർട്ടി എന്താണ് ലിബർട്ടി? ഓക്കെ, പിന്നെ നമ്മൾ ഡെഫിനിഷൻസ്, ഇമ്പോർട്ടന്റ് ഡെഫിനിഷൻസ്, ടൈപ്സ്, നേറ്റീവ് ലിബർട്ടി, പോസിറ്റീവ് ലിബർട്ടി, പൊളിറ്റിക്കൽ, എക്കണോമിക്, സോഷ്യൽ ലിബർട്ടി, പിന്നെ ബുക്സ് ആൻഡ് തിങ്കേഴ്സ്. ഓക്കെ, റിലേറ്റഡ് തിങ്കേഴ്സ്, ബുക്സ്. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ കോൺസെപ്റ്റ്സ് പഠിക്കേണ്ടത്. അപ്പം യൂണിറ്റ് 1 ഈ 2 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് പഠിക്കുക, കോൺസെപ്റ്റ്സ് ആൻഡ് ട്രഡീഷൻസ്. അപ്പോൾ ഓരോ കോൺസെപ്റ്റ് എങ്ങനെയാണ് പഠിക്കേണ്ടത്, ട്രഡീഷൻസ് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളൊരു ജസ്റ്റ് ഒരു ഐഡിയ ആണ് ഇത്. അപ്പൊ ആ രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ലിബറലിസത്തിൽ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കോൺസെപ്റ്റ്സ്, ബുക്സ്, തിങ്കേഴ്സ്. ബുക്സും കോൺസെപ്റ്റ്സ് റിലേറ്റഡ് ആയിട്ട് കഴിഞ്ഞ എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു പൊസസീവ് ഇൻഡിവിജ്വലിസം റിലേറ്റഡ് ആയിട്ട് ചോദിച്ചത്. ഹു ഇൻട്രൊഡ്യൂസ് ദ കോൺസെപ്റ്റ് പൊസസീവ് ഇൻഡിവിജ്വലിസം, അല്ലെങ്കിൽ ഹു കോയിൻ ദ ടേം പൊസസീവ് ഇൻഡിവിജ്വലിസം എന്ന് പറയും. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, കഴിഞ്ഞ എക്സാമിന് ഇവിടുന്ന് 50 to 60 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. യെസ്, രണ്ടാമത്തെ യൂണിറ്റ് ആണ് പൊളിറ്റിക്കൽ തോട്ട്. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ എക്സാമിൽ ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു യൂണിറ്റിന് ഐ തിങ്ക് 5 to 6 ക്വസ്റ്റ്യൻസ് മാത്രമാണ് കഴിഞ്ഞ എക്സാമിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ 16 തിങ്കേഴ്സിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. അപ്പൊ ഓരോ തിങ്കേഴ്സിനെ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ബുക്സ് ആൻഡ് ലൈഫ് ഇവന്റ്സ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. ഓക്കെ, ഒരു തിങ്കറിനെ നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴാണ് ജനിച്ചത്, അപ്പം എഡ്യൂക്കേഷൻ എങ്ങനെയായിരുന്നു, അപ്പം ഇമ്പോർട്ടന്റ് കോൺട്രിബ്യൂഷൻസ് എന്താണ്, അതിൽ ബുക്സ് വരും, ബുക്സ്, കോൺസെപ്റ്റ്സ്, കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ഇതൊക്കെ നമ്മൾ ആ ഓർഡറിൽ പഠിച്ചു പോകാന്നുള്ളതാണ്, എസ്പെഷ്യലി ലൈഫ് ഇവന്റ്സ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ തിങ്കർ ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് ജോയിൻ ചെയ്തു. ചിലപ്പോൾ അത് ചോദിക്കാം, ചിലപ്പോൾ അത് ക്രോണോളജിക്കൽ ഓർഡറിലായിട്ട് ചോദിക്കാം. ഓക്കെ, ഇമ്പോർട്ടന്റ് ഇവന്റ്സ് എന്ന് പറയും, ലൈഫ് ഇവന്റ്സ്. അത് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യ പൊളിറ്റിക്കൽ തോട്ട് ആയിക്കോട്ടെ, പൊളിറ്റിക്കൽ തോട്ട് റിലേറ്റഡ് ഒക്കെ ആയിട്ട് ക്രോണോളജിക്കൽ ഓർഡർ ലൈഫ് ഇവന്റ്സ് ചോദിച്ചിട്ടുണ്ട്. ലൈഫ് ഇവന്റ്സ് ക്രോണോളജിക്കൽ ഓർഡർ ചോദിച്ചിട്ടുണ്ട്. അപ്പം ബുക്സ് ആൻഡ് ലൈഫ് ഇവന്റ്സ് ഇമ്പോർട്ടന്റ് ലൈഫ് ഇവന്റ്സ് ആട്ടോ, എല്ലാ കാര്യങ്ങളും വേണ്ട, ഇമ്പോർട്ടന്റ്, എസ്പെഷ്യലി പൊളിറ്റിക്കൽ സയൻസ്, ഐ മീൻ റിലേറ്റഡ് ആയിട്ട് പൊളിറ്റിക്സ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ലൈഫ് ഇവന്റ്സ്. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു അസോസിയേഷൻ ഫോം ചെയ്യും. ഫോർ എക്സാമ്പിൾ കാൾ മാർക്സ് ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഫോം ചെയ്യും. അത് ഏത് വർഷമാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, കാൾ മാർക്സ് ഒരു പുസ്തകം എഴുതും, അത് ഏത് വർഷമാണ് എന്ന് അറിഞ്ഞിരിക്കുക. കാൾ മാർക്സ് ഒരു ജേർണൽ സ്റ്റാർട്ട് ചെയ്യും, അത് ഏത് വർഷമാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ഡേറ്റ് വെച്ച് തന്നെ പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ കോൺസെപ്റ്റ്സ് ആണ്. പിന്നെ കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ജോൺ റൗൾസ് റിലേറ്റഡ് ആയുള്ള കോൺസെപ്റ്റ് സെക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് സംഭവമാണ്. വെയിൽ ഓഫ് ഇഗ്നറൻസ്, അല്ലെ, ഒറിജിനൽ പൊസിഷൻ, തിയറി ഓഫ് ജസ്റ്റിസ്. ഇതൊക്കെ എന്താണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കാര്യമാണ്. കാൾ മാർക്സ് ആണെങ്കിൽ ഡയലക്റ്റിക് മെറ്റീരിയലിസം, തിയറി ഓഫ് ഏലിയനേഷൻ, തിയറി ഓഫ് സർപ്ലസ് വാല്യൂ. ഇതൊക്കെ എന്താ നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞ തിയറി ഓഫ് റെവല്യൂഷൻ. ഇതൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് അറിയാം. ഓരോ തിങ്കേഴ്സ് റിലേറ്റഡ് ആയുള്ള കോൺസെപ്റ്റ്സ്, ബുക്സ്, കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ ആ ഒരു ഓർഡറിൽ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോകാന്നുള്ളതാണ്. അരിസ്റ്റോട്ടിൽ എടുത്ത് നോക്കിയ തിയറി ഓഫ് ജസ്റ്റിസ് ഉണ്ട്, തിയറി ഓഫ് സ്ലേവറി ഉണ്ട്, തിയറി ഓഫ് സിറ്റിസൺഷിപ്പ് ഉണ്ട്, സിറ്റി സ്റ്റേറ്റ്സ് ഉണ്ട്, ടൈപ്സ് ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റം ഉണ്ട്, വ്യൂസ് ഓൺ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ ഉണ്ട്. പിന്നെ കഴിഞ്ഞ 3-4 എക്സാംസ് അനലൈസ് ചെയ്ത് നോക്കിയാൽ ഇവിടുന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, കമ്പാരിറ്റീവ്ലി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഓക്കെ, അത് ബുക്സ്, പുസ്തകങ്ങള്, പിന്നെ കോൺസെപ്റ്റ്സ് ഒക്കെ റിലേറ്റഡ് ആയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോ അത് മനസ്സിലാക്കുക. യൂണിറ്റ് 2 പൊളിറ്റിക്കൽ തോട്ട് കഴിഞ്ഞ കുറച്ച് വർഷം അനലൈസ് ചെയ്ത് നോക്കിയാൽ കമ്പാരിറ്റീവ്ലി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് എന്നുള്ളതാണ്. യെസ്, യൂണിറ്റ് 3 ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ടാണ്. അപ്പൊ ഇതില് 20 തിങ്കേഴ്സ് ആണുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ പൊളിറ്റിക്കൽ തോട്ടിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്, അതേ രീതി തന്നെയാണ് ഇവിടെ നമ്മൾ ഒരു യൂണിറ്റ് പഠിക്കേണ്ടത്, ബുക്സ് ആൻഡ് ലൈഫ് ഇവന്റ്സ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. ഓക്കെ,
പിന്നെ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്സ്, ഓരോ തിങ്കേഴ്സ് റിലേറ്റഡ് ആയിട്ട് കോൺസെപ്റ്റ്സ് ഉണ്ട്, പുസ്തകങ്ങളുണ്ട്, ലൈഫ് ഇവന്റ്സ് ഉണ്ട്. ലൈഫ് ഇവന്റ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗാന്ധി, ഓറബിന്ദോ ഘോഷ് ഇവരൊക്കെ എന്താണ് ലൈഫ് ഇവന്റ്സ് നമ്മൾ നിർബന്ധമായിട്ടും ആ ഒരു ഓർഡർ തന്നെ പഠിക്കണം. ചോദിച്ചിട്ടുള്ളതാണ്, പഠിക്കുന്ന നല്ലതാണ്. ഇവിടുന്ന് ഒരു 10 ക്വസ്റ്റ്യൻസ്, മാക്സിമം 10 ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിച്ചിട്ടില്ല. ഓക്കെ, 10 ക്വസ്റ്റ്യൻസ്. യെസ്. അപ്പം ഈ ഒരു യൂണിറ്റ് നമ്മൾ എങ്ങനെയാണ് പൊളിറ്റിക്കൽ തോട്ട് അപ്രോച്ച് ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ നമ്മൾ പഠിക്കുക. ഓക്കെ, ആ രീതിയിൽ തന്നെ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. യെസ്. അതിൽ നമ്മൾ പിന്നെ കൗട്ടില്യയുടെ സപ്താംഗ തിയറി റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. രാജമണ്ഡല തിയറി, തിയറി ഓഫ് ഡിപ്ലോമസി, ഫാക്ട്സ് ഓൺ ഡിപ്ലോമസി, പിന്നെ അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂഷനിസം, ഗ്രേഡ് ഇൻഇക്വാലിറ്റി, ഇതൊക്കെ ചോദിച്ചോളാം. വ്യൂസ് ഓൺ പഞ്ചായത്ത് രാജ്, പഞ്ചായത്ത് രാജിനെ അദ്ദേഹം ക്രിറ്റിസൈസ് ചെയ്യുന്നു. വ്യൂസ് ഓൺ കാസ്റ്റ്, റിസർവേഷൻ, ഡെമോക്രസി, പൊളിറ്റിക്കൽ പാർട്ടീസ് ഫോം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പൊളിറ്റിക്കൽ പാർട്ടീസ് ഏതെങ്കിലും തിങ്കേഴ്സ് ഫോം ചെയ്ത് ഇതിൽ പറഞ്ഞിട്ടുള്ള ഈ യൂണിറ്റിൽ അടങ്ങിയിട്ടുള്ള തിങ്കേഴ്സ് ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടീസ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡേറ്റ് വെച്ച് തന്നെ നമ്മൾ പഠിക്കണം. അതും ചോദിക്കാവുന്നതാണ്. ഓക്കെ, പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. പൊളിറ്റിക്കൽ പാർട്ടീസ് ഏതൊക്കെ പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ് ഫോം ചെയ്തിട്ടുള്ളത്, അതോടൊപ്പം തന്നെ റിലേറ്റഡ് ഡേറ്റ് വെച്ച് തന്നെ പഠിക്കുക എന്നുള്ളതാണ്. യെസ്. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. പൊളിറ്റിക്കൽ തോട്ട് എങ്ങനെയാണോ പഠിക്കേണ്ടത് ആ രീതിയിൽ തന്നെ നമ്മൾ ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ടും പഠിക്കുക. അപ്പം പിന്നെ JP നാരായണന്റെ കോൺസെപ്റ്റ്സ്, ടോട്ടൽ റെവല്യൂഷൻ, റീകൺസ്ട്രക്ഷനെ പറ്റി ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നത്. പൊളിറ്റിക്കൽ പാർട്ടീസ് ഫോം ബൈ JP നാരായണൻ, റാം മനോഹർ ലോഹിയുടെ ചൗക്കമ്പ മോഡൽ ഓഫ് സിസ്റ്റം, പൊളിറ്റിക്കൽ സിസ്റ്റം. അപ്പൊ അതൊക്കെ എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം, റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. യെസ്. പിന്നെ കമ്പാരിറ്റീവ് പൊളിറ്റിക്കൽ അനാലിസിസ്. ഓക്കെ, കമ്പാരിറ്റീവ് പൊളിറ്റിക്കൽ അനാലിസിസ്. കമ്പാരിറ്റീവ് പൊളിറ്റിക്കൽ അനാലിസിസ് വരുന്ന സിസ്റ്റംസ് തിയറി, പൊളിറ്റിക്കൽ കൾച്ചർ അപ്രോച്ചസ് ആണ്. മെയിൻ ആയിട്ട് ഫസ്റ്റ് വരുന്ന അപ്രോച്ചസ് ആണ്. സിസ്റ്റം തിയറി ഉണ്ട്, പൊളിറ്റിക്കൽ കൾച്ചർ തിയറി ഉണ്ട്, സ്ട്രക്ചർ ഫങ്ഷണലിസം ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷണലിസം ഉണ്ട്, ന്യൂ ഇൻസ്റ്റിറ്റ്യൂഷണലിസം ഉണ്ട്. ഇവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. കഴിഞ്ഞ എക്സാമിന് അത്ര ക്വസ്റ്റ്യൻ ചോദിച്ചില്ല. കമ്പാരിറ്റീവ്ലി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു യൂണിറ്റിൽ നിന്ന് 5 to 8 കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. കമ്പാരിറ്റീവ്ലി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു യൂണിറ്റിൽ ചോദിച്ചത്. പക്ഷെ അതിന് മുന്നേ എടുത്ത് നോക്കിയാൽ അത്യാവശ്യം ക്വസ്റ്റ്യൻ ചോദിക്കുന്ന യൂണിറ്റ് ആണ്, വലിയൊരു യൂണിറ്റ് ആണ്. ഓക്കെ, അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കാണ് നിയോ കൊളോണിയലിസം, എലൈ തിയറീസ്, വേൾഡ് സിസ്റ്റം തിയറി, ഡിഫൻസ് തിയറി. ഇവിടുന്നൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്, പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ, തിങ്കേഴ്സ്, കോൺസെപ്റ്റ് ബുക്സ് ഒക്കെ ചോദിക്കുന്നതാണ്. പിന്നെ വേവ്സ് ഓഫ് ഡെമോക്രറ്റൈസേഷൻ, പൊളിറ്റിക്കൽ റീജിയം. കഴിഞ്ഞ പ്രാവശ്യം പൊളിറ്റിക്കൽ റീജിയം റിലേറ്റഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഓക്കെ, ഡെമോക്രാറ്റിക് റീജിയം റിലേറ്റഡ് ആയിട്ട്, പ്രസിഡൻഷ്യൽ പ്രൈം മിനിസ്റ്റേറിയൽ സിസ്റ്റം റിലേറ്റഡ് ആയിട്ടാണ്, പ്രസിഡൻഷ്യൽ സിസ്റ്റം റിലേറ്റഡ് ആയിട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായത്. അപ്പൊ ആ രീതിയിലൊക്കെ എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കുക. ഇലക്ടറൽ റീജിയംസ്, മീനിങ് ആൻഡ് റിലേറ്റഡ് കൺട്രീസ്, പൊളിറ്റിക്കൽ പാർട്ടീസ്, മീനിങ്, ടൈപ്സ്, തിയറീസ്, ടൈപ്സ് ഓഫ് ഡിസ്കോഴ്സ്. അപ്പൊ ഈ രീതിയിലൊക്കെയാണ്, ഈ ടോപ്പിക്സ് എന്നൊക്കെയാണ് സാധാരണ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പം അത് ജസ്റ്റ് നോട്ട് ചെയ്യാം. കമ്പാരിറ്റീവ്ലി സ്പീക്കിംഗ് വലിയൊരു യൂണിറ്റ് ആണ്. ഓക്കെ, വലിയൊരു യൂണിറ്റ് ആണ്. ആ രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. കഴിഞ്ഞ എക്സാമിനൊക്കെ അത്യാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള യൂണിറ്റ് ആണ്. യെസ്. അപ്പൊ ആ രീതിയിൽ ഈ ഒരു യൂണിറ്റിനെ കാണാൻ, ഈ ഒരു ടോപ്പിക് എന്നൊക്കെയാണ് സാധാരണഗതിയിൽ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. യൂണിറ്റ് 5 ഇന്റർനാഷണൽ റിലേഷൻസ്. അപ്പോ 25ഓളം ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു യൂണിറ്റിൽ ചോദിച്ചത്. കഴിഞ്ഞ എക്സാമിന് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. യെസ്, 25ഓളം ക്വസ്റ്റ്യൻസ് ഈ ഒരു യൂണിറ്റിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. 25ഓളം ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഐഡിയൽ അപ്രോച്ചസ് ഉണ്ട്, റിലേറ്റഡ് പുസ്തകങ്ങളുണ്ട്, തിങ്കേഴ്സ് ഉണ്ട്. അതൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞ ഐഡിയലിസം റിലേറ്റഡ് ആയിട്ടുള്ള തിങ്കേഴ്സ്, ഐഡിയലിസം റിലേറ്റഡ് ആയ പുസ്തകങ്ങൾ, റിയലിസം റിലേറ്റഡ് ആയുള്ള തിങ്കേഴ്സ്, റിയലിസം റിലേറ്റഡ് ആയുള്ള പുസ്തകങ്ങൾ, ലിബറലിസം റിലേറ്റഡ് ആയുള്ള തിങ്കേഴ്സ്, ലിബറലിസം റിലേറ്റഡ് ആയുള്ള പുസ്തകങ്ങൾ. പിന്നെ കോൾഡ് വാർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോൾഡ് വാർ എന്ന് പറയുന്നത്, അപ്പൊ കോൾഡ് വാർ എന്താണ്? അപ്പൊ കോൾഡ് വാർ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇവന്റ്സ്. ഓക്കെ, ക്യൂബൻ മിസൈൽ ക്രൈസിസ് ഉണ്ട്, ബെർലിൻ വാൾ ക്രിയേഷൻ ഉണ്ട്, പിന്നെ US ഇന്റർവെൻഷൻ അല്ലെ സോവിയറ്റ് ഇന്റർവെൻഷൻ ഇൻ അഫ്ഗാനിസ്ഥാൻ ഉണ്ട്. ഇത് എപ്പോഴാണ് ഫോം ചെയ്തത്, ബ്രിക്സ് എപ്പോഴാണ് ഫോം ചെയ്തത്, ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ എപ്പോഴാണ് ഫോം ചെയ്തത്, യൂറോപ്യൻ യൂണിയൻ എപ്പോഴാണ് ഫോം ചെയ്തത്, ആഫ്രിക്കൻ യൂണിയൻ എപ്പോഴാണ് ഫോം ചെയ്തത്, എല്ലാം നമ്മൾ പഠിക്കാം. പിന്നെ കഴിഞ്ഞ എക്സാമിന് ഒരുപാട് കാര്യങ്ങൾ ക്രോണോളജിക്കലായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. UN ഇനീഷ്യേറ്റീവ്സ് ക്രോണോളജിക്കലായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. UN സെക്രട്ടറി ജനറൽസ് ക്രോണോളജിക്കലായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഡയറക്ടർ ജനറൽസ് ക്രോണോളജിക്കലായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. US പ്രസിഡന്റ്സ് ക്രോണോളജിക്കലായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. US പ്രസിഡന്റ് റീസെന്റ് ആയിട്ട് നടന്ന റീസെന്റ് ആയിട്ടല്ല, കഴിഞ്ഞ വർഷം നടന്ന US പ്രസിഡൻഷ്യൽ ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ്
ഈ ഒരു യൂണിറ്റ് നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ ക്രോണോളജിക്കലായിട്ട് ഇവിടെ നമ്മൾ ക്രോണോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ, ഐ മീൻ എല്ലാ കാര്യങ്ങളും പഠിക്കുമ്പോൾ നിർബന്ധമായിട്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഐ മീൻ ഡേറ്റ് വെച്ച് തന്നെ പഠിക്കാം, ക്രോണോളജിക്കലായിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, ആ രീതിയിലാണ് ഈ ഒരു യൂണിറ്റിന് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ രീതിയിലാണ് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ നിന്നൊക്കെയാണ് സാധാരണ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചത്. പിന്നെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, അതായത് US പ്രസിഡൻഷ്യൽ ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ US പ്രസിഡൻസ് ഇമ്പോർട്ടന്റ് അസാസിനേഷൻസ്. ഓക്കെ, ജോൺ എഫ് കെനഡി അസാസിനേഷൻ. അപ്പോ അതുപോലെ ഇമ്പോർട്ടന്റ് അസാസിനേഷൻ, സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം നടന്ന ഇമ്പോർട്ടന്റ് അസാസിനേഷൻസിനെ ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് ആ രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. യെസ്, അപ്പം യൂണിറ്റ് 5 വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ എക്സാം അനലൈസ് ചെയ്ത് നോക്കിയാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു യൂണിറ്റിൽ നിന്നുണ്ടായിരുന്നു. അതും ഫാക്ട്സ് ബേസ്ഡ് ആയിട്ട്, ഡേറ്റ് ബേസ്ഡ് ആയിട്ട്, ക്രോണോളജി ഐ മീൻ ഡേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ഏത് യൂണിറ്റ് ഏത് കാര്യം പഠിക്കുമ്പോഴും ആ ഒരു ഡേറ്റ്, റിലേറ്റഡ് ഡേറ്റ്, ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ് എന്നുണ്ടെങ്കിൽ, റിലവന്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ പിന്നെ ആസിയം പഠിക്കുകയാണ്, ആസിയനെ കുറിച്ച് പഠിക്കണം. അപ്പൊ ആസിയ ഏത് വർഷമാണ് ഫോം ചെയ്തത്, ആസിയൻ ഏത് വർഷമാണ് ന്യൂക്ലിയർ ഫ്രീ സോൺ ട്രീറ്റി വരുന്നത്, ആസിയൻ റിലേറ്റഡ് ആയിട്ട് ന്യൂക്ലിയർ ഫ്രീ സോൺ ട്രീറ്റി ഏത് വർഷമാണ് വരുന്നത്. അപ്പൊ ആ രീതിയിൽ എന്താണ് പഠിക്കുക എന്നുള്ളതാണ്. യെസ്, ഇനി ഇന്ത്യ ഫോറിൻ പോളിസി. ഇവിടുന്ന് എത്ര ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല, 5 to 10 ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ എക്സാമിൽ ചോദിച്ചിട്ടുള്ളത്. പിന്നെ നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇന്ത്യസ് റിലേഷൻസ് വിത്ത് മേജർ പവേഴ്സ്, ഇന്ത്യ US റിലേഷൻസ്, ഇന്ത്യ ചൈന റിലേഷൻസ്, ഇന്ത്യ റഷ്യ റിലേഷൻസ്, പിന്നെ ഇന്ത്യസ് റിലേഷൻ വിത്ത് നെയ്ബേഴ്സ്. അപ്പോ ഇതെല്ലാം നമ്മൾ ആ ഒരു ഓർഡർ തന്നെ പഠിക്കുക. ഇന്ത്യ ചൈന റിലേഷൻ പഠിക്കുമ്പോൾ 1954 എന്താ വരുന്നത്, 1954 പഞ്ചശീലി വരുന്നു, 1962 വാറ് വരുന്നു, 1959 തോന്നുന്നു, ഐ തിങ്ക് അല്ലല്ല 1959 അല്ല, അപ്പൊ 1962 വാർ വരുന്നു. അപ്പൊ ആ ഒരു ഓർഡറിൽ പഠിക്കാം. 1990s പിന്നെ ഇമ്പോർട്ടന്റ് അഗ്രിമെന്റ്സ് വരുന്നു. അപ്പൊ ആ രീതിയിൽ ഗൽവാൻ ഇൻസിഡന്റ് എപ്പോഴാണ് വരുന്നത്, 2020s ആ ഒരു സമയത്തിൽ റീസെന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ ആ പിന്നെ ഓർഡറിൽ പഠിച്ചു പോകാന്നുള്ളതാണ്. ഓക്കെ, ഇമ്പോർട്ടന്റ് അഗ്രിമെന്റ്സ് ആയിക്കോട്ടെ, ഇമ്പോർട്ടന്റ് ഇവന്റ്സ് ആയിക്കോട്ടെ, ഇമ്പോർട്ടന്റ് വിസിറ്റ്സ് ആയിക്കോട്ടെ, ഇമ്പോർട്ടന്റ് ബയലാറ്ററൽ വിസിറ്റ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ എന്താണ് ആ ഒരു ഡേറ്റ് വെച്ച് തന്നെ പഠിക്കാം. അപ്പൊ ഇന്ത്യ US റിലേഷൻ ആണെങ്കിൽ പിന്നെ ഏത് പ്രസിഡന്റ് ആണ് ഇന്ത്യ ഫസ്റ്റ് വിസിറ്റ് ചെയ്തത്, ഏത് പ്രസിഡന്റ് ആണ് റീസെന്റ് ആയിട്ട് വിസിറ്റ് ചെയ്തത്. അപ്പൊ അതൊക്കെ നമ്മൾ ഡേറ്റ് വെച്ചിട്ട് ആ ഒരു ഓർഡർ തന്നെ പഠിച്ചു പോകാന്നുള്ളതാണ്. പിന്നെ ഇന്ത്യസ് റിലേഷൻ, പിന്നെ ഇന്ത്യ പാകിസ്ഥാൻ റിലേഷൻ, ഇന്ത്യ ശ്രീലങ്ക റിലേഷൻ, അതിൽ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ റിലേഷൻ പഠിക്കുമ്പോൾ ഇമ്പോർട്ടന്റ് ടെറർ അറ്റാക്സ്, ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്ന പഹൽഗാം ആയിക്കോട്ടെ, അതിന് മുന്നേ നടന്ന പിന്നെ ബലാക്കോട്ടല്ല പിന്നെ പുൽവാമ ആയിക്കോട്ടെ, അതെല്ലാം നമ്മൾ എന്താണ് ആ ഒരു ഓർഡർ തന്നെ പഠിച്ചു പോകാന്നുള്ളതാണ്. ഇന്ത്യ ശ്രീലങ്ക റിലേഷൻ, ഇന്ത്യ നേപ്പാൾ റിലേഷൻ, എല്ലാം നമ്മൾ ആ ഒരു ഓർഡർ പഠിക്കാം. ഏരിയാസ് ഓഫ് ഡിസ്പ്യൂട്ട്, എസ്പെഷ്യലി വെൻ കമ്മിങ് ടു ഇന്ത്യസ് റിലേഷൻ വിത്ത് നെയ്ബേഴ്സ്, ഏരിയാസ് ഓഫ് ഡിസ്പ്യൂട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെ ഏരിയാസിലാണ് ഡിസ്പ്യൂട്ട് ഉള്ളത്, ഇന്ത്യ പാകിസ്ഥാൻ പഠിക്കുകയാണെങ്കിൽ ഏതൊക്കെ ഏരിയാസിലാണ് ഡിസ്പ്യൂട്ട് ഉള്ളത്, ഇമ്പോർട്ടന്റ് അഗ്രിമെന്റ്സ്, ട്രീറ്റീസ്, ഇമ്പോർട്ടന്റ് വിസിറ്റ് ബൈ ഇന്ത്യൻ ഓഫീഷ്യൽസ്, PM, എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ. അപ്പൊ അതെല്ലാം നമ്മൾ എന്താ ഒരു ഓർഡർ തന്നെ പഠിച്ചു പോകാന്നുള്ളതാണ്. പിന്നെ ഫോറിൻ പോളിസി ഡോക്ട്രിൻസ് ആണ് ഗുജറാത്ത് ഡോക്ട്രിൻ, ഇന്ദിര ഡോക്ട്രിൻ, ആക്ടീസ് പോളിസി, ലുക്കീസ് പോളിസി, ലുക്കസ് പോളിസി, ഇന്ത്യസ് റിലേഷൻ വിത്ത് ഇന്ത്യ ആസിയൻ റിലേഷൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഇന്ത്യ ആസിയൻ റിലേഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ, എപ്പോഴാണ് ഡയലോഗ് പാർട്ട്ണർ ആവുന്നത് ഇന്ത്യ ആസിയന്റെ, എപ്പോഴാണ് പിന്നെ സെക്ടറൽ പാർട്ണർ ആവുന്നത്, ഇന്ത്യ ബ്രിക്സ് റിലേഷൻ, ഇന്ത്യ SCO റിലേഷൻ, ആ രീതിയിലൊക്കെ നമ്മൾ പഠിക്കാന്നുള്ള എല്ലാം നമ്മൾ ആ ഒരു ഓർഡർ തന്നെ പഠിച്ചു പോവാം. ഇനി ഇന്ത്യ UN റിലേഷൻ, ഇന്ത്യ WTO റിലേഷൻ, ഇന്ത്യസ് മാരിടൈം പോളിസി വളരെ ഇമ്പോർട്ടന്റ് ആണ്, ആൻഡ് റോൾ ഇൻ മിറ്റിഗേറ്റിംഗ് ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച്, എസ്പെഷ്യലി ഇന്ത്യസ് പോളിസി ടുവേർഡ്സ് മാരിടൈം ഡൊമൈൻ വളരെ ഇമ്പോർട്ടന്റ്. ഇനി ഇന്ത്യസ് ഹ്യൂമാനിറ്റേറിയൻ ഇവാക്യുവേഷൻ ഓപ്പറേഷൻ വളരെ ഇമ്പോർട്ടന്റ്. ഓരോ നെയിം ഉണ്ടാവുമല്ലോ, കോഡ് നെയിം ഉണ്ടാവുമല്ലോ, ഇന്ത്യ ലീഡ് ചെയ്യുന്ന ഹ്യൂമാനിറ്റേറിയൻ ഇവാക്യുവേഷൻ ഓപ്പറേഷൻ ഗംഗ. ഓക്കെ, അപ്പൊ ആ രീതിയിലൊക്കെ എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. പിന്നെ ഏത് രാജ്യം മിലിറ്ററി എക്സസൈസ്, മറ്റു രാജ്യങ്ങൾ ആയിട്ട് ഇന്ത്യ പിന്നെ നടത്തുന്ന അല്ലെങ്കിൽ ഇന്ത്യക്കുള്ള മിലിറ്ററി എക്സസൈസ്, അതും ഒരു പേരുണ്ടാവും, ഓരോ എക്സസൈസിന് പേരുണ്ടാവും, ഓപ്പറേഷൻ ഇന്ദിര എന്നൊക്കെ പറഞ്ഞുണ്ടാവും. അപ്പൊ അത് ഏത് രാജ്യവും ഓരോ ഓപ്പറേഷൻ ഏതാണ്, എല്ലാ ഓപ്പറേഷനും പഠിക്കുക, അതോടൊപ്പം ഏത് രാജ്യമായിട്ടാണ് ആ ഒരു ഓപ്പറേഷൻ വരുന്നത് എന്ന് അറിഞ്ഞിരിക്കും. എക്സസൈസ് വരുന്നത്, മിലിറ്ററി ഓപ്പറേഷൻ വരുന്നതെന്ന് അറിഞ്ഞിരിക്കും. പിന്നെ ക്രോണോളജിക്കൽ ഓർഡർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സാർക്ക് ഹെഡ്, മിനിസ്റ്റർ ഹെഡ്സ്, ഇതൊക്കെ നമ്മൾ എന്താണ് ക്രോണോളജിക്കൽ ഓർഡർ പഠിച്ചിരിക്കണം. കഴിഞ്ഞ എക്സാമിന് സാർക്ക് സെക്രട്ടറി ജനറൽസ്,
മാത്സ് ഫോളോയിങ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതൊക്കെ നമ്മൾ എന്താണ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. യെസ്. ഈ യൂണിറ്റ് 7 പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യ വലിയൊരു യൂണിറ്റ് ആണ്. ബാച്ചിലർ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കുന്ന യൂണിറ്റ് ആണ്. 10 to 50 ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു എക്സ്പെക്ട് ചെയ്യണം. പിന്നെ ഇപ്പം ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ്സ്, സുപ്രീം കോടതി ജഡ്ജ്മെന്റ്സ്, പവേഴ്സ് ഓഫ് സുപ്രീം കോടതി, ജുഡീഷ്യറി, പ്രസിഡന്റ്, പവേഴ്സ് ഓഫ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസ്, ലോക്സഭ, രാജ്യസഭ, പാർലമെന്ററി കമ്മിറ്റീസ്, അപ്പം പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി, കമ്മിറ്റി ഓൺ പബ്ലിക് സെക്ടർ. അപ്പോൾ ആ രീതിയിൽ ഇവിടുന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദ്യം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം chronological order, prime ministers in chronological order, presidents in chronological order, election commission in chronological order, controller and auditor generals in chronological order എന്നൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതൊക്കെ നമ്മൾ chronological order പിന്നെ എന്താ പറയാ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇവിടുന്നൊക്കെയാണ് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എസ്പെഷ്യലി കഴിഞ്ഞ എക്സാമിന് പഞ്ചായത്ത് രാജ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. പഞ്ചായത്ത് രാജ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടായിരുന്നു. 2 ക്വസ്റ്റ്യൻസ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആർട്ടിക്കിൾസ്. ഓക്കെ, അപ്പൊ ആർട്ടിക്കിൾസ് നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. പ്രസിഡന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പൾ സ്റ്റേറ്റ് പോളിസീസ് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ, അപ്പൊ ഇതെല്ലാം നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഇലക്ഷൻ കമ്മീഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ, ഫിനാൻസ് കമ്മീഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ, അപ്പൊ ആർട്ടിക്കിൾസ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. യെസ്. പൊളിറ്റിക്കൽ പ്രോസസ് ഇൻ ഇന്ത്യ ആണ്. പിന്നെ ഇവിടുന്ന് ഒരു 5 to 10 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇവിടെ ഫസ്റ്റ് നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടന്റ് കമന്റേറ്റേഴ്സ് ഓൺ ഇന്ത്യൻ പൊളിറ്റിക്സ്. കുറച്ച് ഇമ്പോർട്ടന്റ് കമന്റേറ്റേഴ്സ് ഉണ്ട് ഇന്ത്യൻ പൊളിറ്റിക്സ് റിലേറ്റഡ് ആയിട്ട് വരുന്ന രജനി കോത്താരി, മോറിസ് ജോൺസ്, അതുൽ കോഹ്ലി, മിറോൺ വെയ്ന, റുഡോൾഫ് ആൻഡ് റുഡോൾഫ് എക്സെട്ര, ബുക്സ്, കോൺസെപ്റ്റ്സ്, കാര്യങ്ങളൊക്കെ. യെസ്, ഇമ്പോർട്ടന്റ് കമന്റേറ്റേഴ്സ്. അപ്പോ അവരുടെ കാര്യങ്ങൾ, കോൺട്രിബ്യൂഷൻസ്, പുസ്തകങ്ങൾ, കോൺസെപ്റ്റ്സ്, കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ്, ഇമ്പോർട്ടന്റ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ ഇന്ത്യ. BJP ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, CPM ഉണ്ട്. അപ്പൊ ഇതെല്ലാം എന്താണ് നമ്മൾ ആ ഒരു ഇയർ പഠിക്കുക, ഫൗണ്ടിങ് ഇയർ പഠിക്കുക, ഫൗണ്ടർ പഠിക്കുക, സിമ്പിൾ പഠിക്കുക, ഐഡിയോളജി പഠിക്കുക. ഇതെല്ലാം ചോദിക്കുന്നതാണ്. എസ്പെഷ്യലി ക്രോണോളജിക്കൽ ഓർഡറിൽ ഒരു 5 പൊളിറ്റിക്കൽ പാർട്ടീസ് വന്നിട്ട് ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യുക, ചോദിക്കുക. ഓക്കെ, ആ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ എക്സ്പെക്ട് ചെയ്യാം. പിന്നെ സിമ്പിള് പഠിക്കണം. സിമ്പിള് പിന്നെ എന്താ പറയാ, പിന്നെ മാത്സ് ഫോളോയിങ് ആയിട്ട് ചോദിക്കാം. പിന്നെ എൻവറോൺമെന്റ് മൂവ്മെന്റ്സ്, ഇയർ, സ്റ്റേറ്റ് ലീഡേഴ്സ്. നമ്മൾ എന്ത് പഠിക്കുമ്പോൾ ഇയർ പഠിക്കാം. ഓക്കെ, എൻവറോൺമെന്റ് മൂവ്മെന്റ് പഠിക്കുമ്പോഴായിക്കോട്ടെ, സോഷ്യൽ മൂവ്മെന്റ്സ് പഠിക്കുമ്പോഴായിക്കോട്ടെ, പിന്നെ പൊളിറ്റിക്കൽ പാർട്ടീസ് പഠിക്കുമ്പോഴായിക്കോട്ടെ, എല്ലാം നമ്മൾ എന്താണ് പിന്നെ ഇയർ വെച്ച് തന്നെ പഠിക്കുക. പിന്നെ വിമൻ റിസർവേഷൻ ബില്ല്, അത് റിലേറ്റഡ് ആയിട്ട് സെപ്റ്റംബർ നടന്ന എക്സാമിനുണ്ടായിരുന്നു. യെസ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഇവിടുന്ന് ഒരു 10 to 50 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ചെറിയൊരു യൂണിറ്റ് ആണ്. മീനിങ് ആൻഡ് ഡെഫിനേഷൻ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, എവല്യൂഷൻ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റേജസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, അത് നമ്മൾ ഓൾറെഡി പഠിക്കണം. ഓക്കെ, സ്റ്റേജസ് നമ്മൾ ഓൾറെഡി പഠിക്കണം. പിന്നെ തിയറീസ് ആണ്. ക്ലാസിക്കൽ തിയറി ഉണ്ട്, സയന്റിഫിക് മാനേജ്മെന്റ് തിയറി ഉണ്ട്, ഹ്യൂമൻ റിലേഷൻസ് തിയറി ഉണ്ട്, എക്കോളജിക്കൽ തിയറി ഉണ്ട്, കോൺസെപ്റ്റ്സ് ഉണ്ട്, പോസ്കോപ്പ്, ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ന്യൂ പബ്ലിക് മാനേജ്മെന്റ്, ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ, കൺസ്ട്രക്റ്റീവ് കോൺഫ്ലിക്ട്, ഇതെല്ലാം ചോദിക്കുന്നതാണ്. റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ. പിന്നെ മിനൂബ്രു കോൺഫറൻസ്, കഴിഞ്ഞ എക്സാമിന് മിനൂബ്രു കോൺഫറൻസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മോട്ടിവേഷൻ തിയറീസ് ഉണ്ട്. പിന്നെ ഏതാണ്, ഹൈറാർക്കി തിയറി, അബ്രഹാം മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ്സ് തിയറി, തിയറി എക്സ് ആൻഡ് വൈ, പിന്നെ തിങ്കേഴ്സ് ആൻഡ് ബുക്സ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിലേറ്റഡ് ആയിട്ട് വരുന്ന തിങ്കേഴ്സ്, പുസ്തകങ്ങൾ, ബുക്സ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ പഠിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ രീതിയിലാണ് ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഈ ഒരു ടോപ്പിക്സ് എന്നൊക്കെയാണ് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഓക്കെ, കഴിഞ്ഞ എക്സാമിന് മിനൂബ്രു കോൺഫറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, തിയറീസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, പുസ്തകങ്ങള്, ബുക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ രീതിയിൽ നമ്മൾ എന്താണ് ഈ ഒരു യൂണിറ്റ് പഠിക്കുക. ലാസ്റ്റ് യൂണിറ്റ് ആണ് ഗവർണൻസ് ആൻഡ് പബ്ലിക് പോളിസി ഇൻ ഇന്ത്യ. ഇതില് നമ്മൾ മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് സ്കീംസ് ആൻഡ് പോളിസീസ് ആണ്. ആയുഷ്മാൻ ഭാരത്, സ്കിൽ ഇന്ത്യ, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, പ്രധാനമന്ത്രി ജൻധൻ യോജന, പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, ഇതൊക്കെ റിലേറ്റഡ് ആയിട്ട് എന്താണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എസ്പെഷ്യലി നമ്മൾ പഠിക്കുമ്പോൾ ക്രോണോളജിക്കൽ ഓർഡർ പഠിക്കുക. ഓർഡർ വെച്ച് ആ ഡേറ്റ് വെച്ച് തന്നെ പഠിക്കുക. പിന്നെ ഇമ്പോർട്ടന്റ് ആക്ട്സ് ഉണ്ട്, മൻരേഗ ആക്ട്, തൊഴിലുറപ്പ് പദ്ധതി, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. അപ്പോൾ ഇതെല്ലാം എന്താണ് റിലേറ്റഡ് പ്രൊവിഷൻസ്, അപ്ഡേറ്റ്സ്, കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് അറിയിക്കണം. പിന്നെ ഇമ്പോർട്ടന്റ് ബോഡീസ് ആണ് ലോകയുക്ത, ഇൻഫർമേഷൻ കമ്മീഷൻ, സോഷ്യൽ ഓഡിറ്റ്, സിറ്റിസൺ ചാർട്ടർ. ഇപ്പൊ ഇവിടുന്നൊക്കെയാണ് ഈ ഒരു ടോപ്പിക്സിനൊക്കെയാണ് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. പിന്നെ ഇമ്പോർട്ടന്റ് സ്കീംസ്, പോളിസി, ക്രോണോളജിക്കൽ ഓർഡർ. ക്രോണോളജിക്കൽ ഓർഡറിൽ നമ്മൾ എന്ത് പഠിക്കുമ്പോഴും, ഞാൻ ഓൾറെഡി പറഞ്ഞു, എന്ത് പഠിക്കുമ്പോഴും ആ ഒരു ഓർഡറിൽ പഠിച്ചു പോകാന്നാണ്. ഇപ്പൊ നമ്മളിപ്പോ ഇമ്പോർട്ടന്റ് സ്കീംസ്, പോളിസീസ് പഠിക്കാൻ നോക്കാം. ഓക്കെ, ഇമ്പോർട്ടന്റ് സ്കീംസ്, പോളിസീസ് പഠിക്കാൻ നോക്കാം. അപ്പൊ ആ ഒരു സ്കീംസ്, പോളിസീസ് ഒക്കെ എന്താണ് നമ്മൾ ആ ഒരു ഓർഡറിൽ പഠിച്ചു പോകാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ എന്താണ് നമ്മൾ ഈ ഒരു കാര്യം ഇതിനെ കാണുക എന്നുള്ളതാണ്. യെസ്.
അപ്പൊ ഈ രീതിയിലൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. പിന്നെ ഒരു കീ ടേക്ക് അവേ എന്ന് പറയാം. അപ്പൊ കഴിഞ്ഞ എക്സാം അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ കീ ഒരു സംഭവം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോ ചേഞ്ച് ഇൻ, ഐ മീൻ സെപ്റ്റംബർ എക്സാം അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ഇതിന്റെ പാറ്റേണിൽ ഒരു ചേഞ്ച് ഇല്ല. അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ഇല്ലായിരുന്നു. പിന്നെ ഡോണ്ട് സ്കിപ്പ് ക്രോണോളജി റിലേറ്റഡ് ടോപ്പിക്സ് ഫ്രോം എവരി യൂണിറ്റ്സ്, ബുക്സ്, ഇവന്റ്സ്, ഒഫീഷ്യൽസ്, തിങ്കേഴ്സ് എക്സെട്ര. ക്രോണോളജി റിലേറ്റഡ് ആയുള്ള കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. സെക്കൻഡ് മോഡ്യൂളോ പറയാം, ഇതൊന്ന് ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് പറയാം. ഓക്കെ, അപ്പോ ക്രോണോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 15ഓളം 10 to 50 ക്വസ്റ്റ്യൻസ് ക്രോണോളജി റിലേറ്റഡ് ആയിട്ട് പുസ്തകങ്ങളായിട്ടും ഇവന്റ്സ് ആയിട്ടും ഒഫീഷ്യൽസ് ആയിട്ടും ഒക്കെ. അതിൽ തന്നെ IR എന്നാണ് മെയിൻ ആയിട്ട് ചോദിച്ചത്. ഓക്കെ, പിന്നെ മോർ ഫോക്കസ് ഓൺ ക്രോണോളജി, മോർ ഫോക്കസ് ഓൺ IR. ഇത് യൂട്യൂബിൽ ഈ ഒരു സംഭവം അവൈലബിൾ ആയിരിക്കും. ഞാനത് അവൈലബിൾ ആക്കാൻ പറയാം. ഈ ഒരു PPT ഞാൻ അവൈലബിൾ ആക്കാൻ പറയാം. പിന്നെ യൂട്യൂബിൽ ഇത് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് റെഫർ ചെയ്യണമെങ്കിൽ യൂട്യൂബ് നോക്കിയാൽ മതി. ഓക്കെ, പിന്നെ എന്താ പറയാ, അവൈലബിൾ ആക്കാൻ ഞാൻ പറയാം. അപ്പൊ ക്രോണോളജി മോർ ഫോക്കസ് ഓൺ IR, IF, ഇന്ത്യ ഫോറിൻ പോളിസി, പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ, പൊളിറ്റിക്കൽ പ്രോസസ് ഇന്ത്യ. അപ്പൊ ഈ ഒരു യൂണിറ്റിൽ നിന്നാണ് എസ്പെഷ്യലി ക്രോണോളജിക്കൽ ആയുള്ള കാര്യം കൂടുതൽ ചോദിക്കുന്നത്. കോൺസെപ്റ്റ്സ് ആൻഡ് പ്രൊപ്പോണൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രോസസ് ഇൻഡിവിജ്വൽസ് ആരാണ് വരുന്നത്, വൺ ഡയമെൻഷണൽ സൊസൈറ്റി കഴിഞ്ഞ എക്സാം ചോദിച്ചു ആരാണ് വരുന്നത്. അപ്പം അതിന്റെ കോൺസെപ്റ്റ്സ് ആൻഡ് പ്രൊപ്പോണൻസ്, ബുക്സ് ആൻഡ് ഓതേഴ്സ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഫാക്ച്വൽ ക്ലാരിറ്റി ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഫാക്ച്വൽ ആയുള്ള കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഫാക്ച്വൽ ആയുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ ഫാക്ച്വൽ ആയിട്ട് തന്നെ നമ്മൾ പഠിക്കുക. ബുക്സ്, ഓതേഴ്സ്, തിങ്കേഴ്സ്, പിന്നെ ഡേറ്റ്സ്, ക്രോണോളജി കാര്യങ്ങളൊക്കെ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ അത് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ പിന്നെ നമ്മളെ റിവിഷൻ നമ്മൾ ഐഫറിൽ നടത്തുന്ന റിവിഷൻ ക്ലാസ്സസിലൂടെയൊക്കെ എന്താണ് നമ്മൾ ഇതെല്ലാം കവർ ചെയ്യുന്നതാണ്. ഈ ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്നതാണ്. ഓക്കെ, ക്രോണോളജി ആയിക്കോട്ടെ, ബുക്സ് ആയിക്കോട്ടെ, അതെല്ലാം നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു പോകുന്നതാണ്. ആ രീതിയിൽ ആണ് നമ്മളെ ക്ലാസ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ തോട്ടാണ്. സെക്കൻഡ് യൂണിറ്റിന് 16 തിങ്കേഴ്സ് ആണുള്ളത്. ഓക്കെ, പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, ജോൺ റോസ്. അപ്പം പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, കൺഫ്യൂഷ്യസ്, തോമസ് ഹോബ്സ്, ജോൺ ലോക്ക്, റൂസോ ഒക്കെ അടങ്ങിയ 16 തിങ്കേഴ്സ് ആണ്. വെസ്റ്റേൺ പൊളിറ്റിക്കൽ തോട്ട് എന്നും വേണം പറയാം. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഓരോ തിങ്കേഴ്സിനെ പഠിക്കാന്നുള്ളതാണ്. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ യൂണിറ്റ് 1 പഠിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി പല പൊളിറ്റിക്കൽ തോട്ടിലെ പല കാര്യങ്ങൾ നമ്മൾ പഠിച്ചു പോകും. ഓക്കെ, ഫെമിനിസം പഠിക്കുമ്പോൾ JS മില്ല് റിലേറ്റഡ് ആയിട്ട് കാര്യം പഠിച്ചു പോകും. ലിബറലിസവും ഫെമിനിസവും പഠിക്കുമ്പോൾ JS മില്ല് റിലേറ്റഡ് ആയിട്ട് നമ്മൾ പഠിച്ചു പോകും. പിന്നെ യൂണിറ്റ് 1 ജസ്റ്റിസ് പഠിക്കുമ്പോൾ നമ്മൾ ജോൺ റൗൾസിന്റെ തിയറി ഓഫ് ജസ്റ്റിസ് പഠിക്കും. അത് നമ്മൾ ഇത് ഒന്നാമത്തെ കാര്യം ഈ യൂണിറ്റ് 1 യൂണിറ്റ് 2 കമ്പൈൻ ചെയ്ത് പഠിക്കാൻ നോക്കാന്നുള്ളതാണ്. പല കാര്യങ്ങളും എന്താണ് നമ്മൾ സിമിലർ ആയിട്ട് വരുന്നുണ്ട് യൂണിറ്റ് 1 യൂണിറ്റ് 2. ഫോർ എക്സാമ്പിൾ ജോൺ റൗൾസ് തിയറി ഓഫ് ജസ്റ്റിസ് നമ്മൾ പഠിക്കുമ്പോൾ എന്തായാലും ജോൺ റൗൾസ് തിയറിനെ കുറിച്ച് പഠിക്കണം. അപ്പൊ അത് ആ സംഭവം തന്നെ എവിടെയാ വരുന്നുണ്ട്? യൂണിറ്റ് 2 വരുന്നുണ്ട്. മാർക്സിസം പഠിക്കുമ്പോൾ കാൾ മാർക്സിനെ കുറിച്ച് എന്തായാലും പഠിക്കും. ഓക്കെ, മാർക്സിന്റെ കോൺട്രിബ്യൂഷൻസ് കാര്യങ്ങളൊക്കെ പഠിക്കണം. അത് തന്നെ യൂണിറ്റ് 2 വരുന്നുണ്ട്. ഓക്കെ, മാർക്സിസം പഠിക്കുമ്പോൾ ആന്റോണിയോ ഗ്രാംസ്കിനെ കുറിച്ചും പഠിക്കണം. മാർക്സിസം പഠിക്കുമ്പോൾ ഹെഗൽസിനെ കുറിച്ച് പഠിക്കണം. അപ്പൊ ഈ സംഭവങ്ങളെല്ലാം യൂണിറ്റ് 2 വരുന്നത്, പൊളിറ്റിക്കൽ തോട്ടിലും വരുന്നത്. അപ്പൊ നമ്മൾ യൂണിറ്റ് 1 ഉം 2 ഉം കമ്പൈൻ ചെയ്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്, നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പല കാര്യങ്ങളും എന്താണ് അങ്ങനെ പഠിച്ചു പോകും. യൂണിറ്റ് 1 പഠിക്കുമ്പോൾ തന്നെ പഠിച്ചു പോകും. ബാക്കി വരുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി എന്നുള്ളത്. അപ്പൊ 16 തിങ്കേഴ്സ് ആണ് യൂണിറ്റ് 2 ഓക്കെ, അപ്പൊ ഈ തിങ്കേഴ്സിനെ പഠിക്കുക എന്നുള്ളതാണ്. ഓരോ തിങ്കേഴ്സ് നമ്മൾ പഠിച്ചു പോകാന്നുള്ളതാണ്. ഒരു തിങ്കറിനെ എടുത്താൽ നമ്മളെ ലൈഫ് ഇമ്പോർട്ടന്റ് ഇവന്റ്സ്. അപ്പം പ്ലാറ്റോ എടുക്കാനാണെങ്കിൽ ഏത് കാലഘട്ടത്തിലാണ് അദ്ദേഹം ജനിച്ചത്, ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണ്, അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് എന്താണ്, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഏതൊക്കെയാണ്, അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ്സ് ഏതൊക്കെയാണ്. കാൾ മാർക്സ് എടുക്കുകയാണെങ്കിൽ കാൾ മാർക്സ് എപ്പോഴാണ് ജനിച്ചത്, കാൾ മാർക്സ് ഏത് കാലഘട്ടത്തിലാണ്, ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണ്, അപ്പം അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് എന്താണ്, അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ, അദ്ദേഹം ഏതെങ്കിലും അസോസിയേഷൻ ഓർഗനൈസേഷൻ ഫോം ചെയ്തിട്ടുണ്ടോ, ഏത് വർഷമാണ്, ഇമ്പോർട്ടന്റ് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഏതെങ്കിലും അസോസിയേഷൻ ഓർഗനൈസേഷൻ ഫോം ചെയ്തിട്ടുണ്ടോ, തുടങ്ങിയിട്ടുണ്ടോ, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ, അത് എപ്പോഴാണ്, നമ്മൾ അറിഞ്ഞിരിക്കുക. പിന്നെ തിയറീസ് ആണ്, കോൺസെപ്റ്റ്സ് ആണ്. പുസ്തകങ്ങൾ ബുക്സ് ആൻഡ് ലൈഫ് ഇവന്റ്സ് ക്രോണോളജിക്കലോട് ആസ് വെൽ ആസ് കോൺസെപ്റ്റ്സ് റിലേറ്റഡ് കോൺസെപ്റ്റ്സ്, തിങ്കേഴ്സ് റിലേറ്റഡ് ആയിട്ട് വരുന്ന കോൺസെപ്റ്റ്സ്. യെസ്, അപ്പൊ ഈ രീതിയിലൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. എസ്പെഷ്യലി ക്രോണോളജിക്കൽ ആയിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ
എന്താ പറയാ, പ്രാക്ടീസ് ചെയ്യാം, മാക്സിമം പ്രാക്ടീസ് ചെയ്യാം. എത്രത്തോളം ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അത്രത്തോളം നല്ലതാണ്. ഓക്കെ, മോർ യു പ്രാക്ടീസ് മോർ യു ബിക്കം കണക്റ്റഡ് ടു ദ എക്സാം, അല്ലെങ്കിൽ മോർ യു ബിക്കം എക്സ്പേർട്ട് ഇൻ എക്സാം എന്നുള്ളതാണ്, എക്സാം റൈറ്റിംഗ് എന്നുള്ളതാണ്. അപ്പൊ എത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ പ്രാക്ടീസ് ചെയ്യാം. അവന് ഈ രീതിയിലൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഓക്കെ, ഈ രീതിയിലൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പൊ യൂണിറ്റ് 2 കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും കൺഫ്യൂഷൻ ചോദിക്കാം കേട്ടോ. മൊത്തത്തിൽ എന്തെങ്കിലും കൺഫ്യൂഷനോ കാര്യങ്ങളോ ഉണ്ടോ ചോദിക്കാം. പിന്നെ ശ്രദ്ധിക്കുക, ഇവിടുന്ന് മാത്രമേ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഇല്ല കേട്ടോ, നിർബന്ധമില്ല കേട്ടോ. ഞാനിവിടെ ഡിസ്കസ് ചെയ്ത കാര്യം, ഞാനൊരു എന്താ ഒരു ഐഡിയ ആണ് തരുന്നത്. നമ്മള് കഴിഞ്ഞ എക്സാംസ് ഒക്കെ നോക്കുമ്പോൾ അല്ല അനലൈസ് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെ നമ്മൾ പഠിച്ചാൽ, ഈ രീതി നമ്മൾ ഫോക്കസ് ചെയ്താൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാവും എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഇവിടുന്ന് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കണമെന്ന് നിർബന്ധമില്ല. അൺഎക്സ്പെക്ടഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അൺഎക്സ്പെക്ടഡ് ആയിട്ട് കാര്യങ്ങൾ ചോദിക്കാം. കഴിഞ്ഞ എക്സാമിൽ ഒരുപാട് കാര്യങ്ങൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അസാസിനേഷൻസ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ, 5 അസാസിനേഷൻ തന്നിട്ട് അത് ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. അപ്പൊ അതൊന്നും ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല. അപ്പം അൺഎക്സ്പെക്ടഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. കഴിഞ്ഞ എക്സാമിന് ഒരുപാട് കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്താണ് ഒരു യൂണിറ്റിനെ നമ്മൾ സമീപിക്കേണ്ടത്, ഒരു ടോപ്പിക്കിനെ നമ്മൾ സമീപിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ ഒരു ഐഡിയ, ഒരു ഐഡിയ തരികയാണെന്നുള്ളതാണ്. ഓക്കെ, അല്ലാതെ ഇത് മാത്രമാണെന്ന് ഞാൻ പറയില്ല. ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് എന്താണ്, ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഇതുവരെ ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഈ ഒരു രീതിയിലാണ്. അപ്പം അതിനനുസരിച്ച് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഒരു ഐഡിയ തരികയാണ്. അൺഎക്സ്പെക്ടഡ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഓഫ് കോഴ്സ് ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും. പക്ഷെ നമ്മളത് ഫോക്കസ് ചെയ്യേണ്ട കാര്യം, അത് ഒരുപാട് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നമ്മൾ ഒരു എക്സാം എടുത്ത് നോക്കിയാൽ അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു 20 to 25 ക്വസ്റ്റ്യൻസ് ഈസി ക്വസ്റ്റ്യൻസ് ആയിരിക്കും, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 20 to 25 ക്വസ്റ്റ്യൻസ് ഡിഫിക്കൽട്ട് ആയിരിക്കും. ഓക്കെ, ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ബുദ്ധിമുട്ടായിട്ട് തോന്നാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പിന്നെ ബാക്കി ഒരു 50 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഈസി ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോറി, ഈസി അല്ല, മോഡറേറ്റ്. അപ്പൊ മോഡറേറ്റും ഈസിയിലുമാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. മോഡറേറ്റും ഈസിയിൽ എത്രത്തോളം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും, അതോടൊപ്പം തന്നെ നമ്മൾ വെച്ചിട്ടൊക്കെ എന്താണ് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പം അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും, നമ്മൾ നോക്കേണ്ട കാര്യമില്ലെന്നല്ല, അത് ഓർത്ത് വലിയ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നമ്മൾ 50 നമ്മളെ കയ്യിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന 50 മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് 20 to 25 ഈസി ക്വസ്റ്റ്യൻസ്, അതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ബാക്കി സ്കിപ്പ് ചെയ്യാൻ മാക്സിമം നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ആൻസർ ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. യെസ്, അപ്പൊ ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കൺസേൺ ഉണ്ടോ ചോദിക്കാം. ഇതുവരെ പിന്നെ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ടോ കൺസേണോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ടോ കൺസേണോ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ മാക്സിമം പ്രാക്ടീസ് ചെയ്യാം. എത്രത്തോളം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, എത്രത്തോളം ക്വസ്റ്റ്യൻസ് എനിക്ക് ശരിയാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ അത്രത്തോളം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം, റിവൈസ് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ആ രീതിയിൽ മുന്നോട്ട് പോകാന്നുള്ളതാണ്. അപ്പോൾ അപ്പോൾ ഒരു എക്സാമിനെ കുറിച്ച് അല്ലെങ്കിൽ എക്സാമിന് ചോദിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു ഐഡിയ തരാന്നുള്ളതാണ് ഇതിന്റെ ഒരു കാര്യം എന്ന് പറയുന്ന ഈ ഒരു സെക്ഷന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെയാണ് നമ്മൾ കാര്യങ്ങളെ സമീപിക്കേണ്ടത്, ടോപ്പിക്സിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, ഡീൽ ചെയ്യേണ്ടത്. അപ്പോൾ യെസ്, ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. യെസ്, അപ്പോൾ താങ്ക് യു വെരി മച്ച്. പ്രിപ്പയർ വെൽ, കീപ് ഗോയിങ്. താങ്ക് യു വെരി മച്ച്.